രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാവ് ഭാജി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ഇച്ചിരി ഉപ്പും വെള്ളം തിളച്ച ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കോളിഫ്ലവർ ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം അത് ഇട്ടതിന് ശേഷം പിന്നെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ചട്ടി വെച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് വഴറ്റി അതിലേക്ക് മട്ടറും ഇട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടതിന് ശേഷം അതൊന്ന് വഴന്ന് വന്നുകൊണ്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പാവ് ഭാജി മസാല ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോയണേ അരച്ച ടൊമാറ്റോയുടെ അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് ടൊമാറ്റോയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നുകൊണ്ട് ഇതിലേക്ക് നന്നായി വേവിച്ച വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുത്ത് മല്ലിയിലയും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കും. ലാസ്റ്റിൽ കുറച്ച് ബട്ടർ കൂടെ ചേർക്കും. കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ചീസ് ബ്രെഡും ഉണ്ടാക്കി ഒരു ആപ്പിളും കൊടുത്ത് വിടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കുടിക്കാനൊക്കെ വെള്ളമൊക്കെ വെച്ച് അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ വൻപയർ ഇച്ചിരി കിട്ടിയായിരുന്നു, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ജോലികളൊക്കെ കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കിനും അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇച്ചിരി സാധനങ്ങൾ വാങ്ങിച്ചത് ഒന്ന് ബോട്ടിലിട്ട് വെക്കുന്നുണ്ട്. ഇച്ചിരി പൊട്ടുകടലയും ഗ്രീൻ പീസും ഒക്കെ അതൊക്കെ ഒന്ന് ഡബ്ബയിലിട്ട് വെച്ച്. അപ്പം മീനില്ല എന്ന് പറഞ്ഞിട്ട് റീച്ചാൻ ഓഫീസിൽ പോയ വഴിക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മീൻകാരിലിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നല്ല അയല കിട്ടി. 8 എണ്ണം 250 രൂപയ്ക്ക്, ഒട്ടും നഷ്ടമില്ല. നല്ല ഫ്രഷ് അയലയായിരുന്നു. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് 8 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടെ അവർ അധികം ഇട്ട് കൊടുത്ത് ഞാൻ 5 എണ്ണം ഇപ്പോൾ എടുത്ത് ബാക്കി അങ്ങെടുത്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ വാല് ഇച്ചിരി നീട്ടി കണിച്ചിട്ട് വാലെടുത്തൊന്ന് വറക്കാനായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റി മസാലയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പുളിവെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് ഞാനൊന്ന് മീൻ വരഞ്ഞു വെച്ചായിരുന്നു. അപ്പം മോമെന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ട് മസാല നന്നായിട്ട് അതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാൻ. അങ്ങനെ ഇപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഇത് ഞാൻ വറക്കുന്നില്ല. രാത്രി കഴിക്കാൻ നേരം ഇവർക്കൊക്കെ കഴിക്കാൻ നേരം ഇവർ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് തലയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വറക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ചട്ടിക്കകത്ത് മീൻ എല്ലാം ഇരിക്കുന്നത് കണ്ടോണ്ടേ ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് അരപ്പിന് വെള്ളം ഒഴിച്ചത്. കാരണം ബാക്കി വറക്കാനുള്ളതായിരുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചാറായിപ്പോയി ഇന്ന്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഉലുവാപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപയർ ഞാനൊന്ന് കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു. അതിലേക്ക് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് ഞാൻ തേങ്ങ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തേ. ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ട് ഇച്ചിരി സവാളയും വെളുത്തുള്ളി ചതച്ചതുകൂടെ വഴറ്റിയും ചേർത്തിട്ടുണ്ട്. അത് ഇച്ചിയും കൂടെ വേവാനുണ്ട്, അതുകൊണ്ട് അത്രയും വെള്ളത്തിലത് അവിടെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മോരുകറിയും കൂടെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ വേണ്ട പറ്റി വന്നു. ഇച്ചിരി ചാറ് കൂടുതലാണ്, നല്ല ഫ്രഷ് നല്ല ടേസ്റ്റുള്ള അയലയായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്കിന് ഊണിന് മോരുകറി ഉണ്ട്. എനിക്കിപ്പം ഞാൻ ചോറാണ് ഇച്ചിരി എടുത്തത്. ഇച്ചിരി ചൂട് ചോറും മീൻചാറും. ഞാൻ മോരുകറി എടുത്തില്ല, ഈ മീൻചാറ് കൂട്ടിയ ചോറ് കഴിക്കുന്നത്. പിന്നെ ചെറുപയർ തോരനും പിന്നെ ആ തല ഞാൻ വറുത്തായിരുന്നു. ആ തലയും ഇവിടെ വേറെ ആരും ആ തല കഴിക്കാറില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് 3 തലയെടുത്ത് വറുത്ത് അതിപ്പം തലയും കൂടെ കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. പിന്നെ രാത്രിയിൽ മതിയായിരുന്നല്ലോ മീൻ വറക്കാൻ. അപ്പോൾ പിന്നെ രാത്രിയിലാണ് മീനോടെടുത്ത് വറുത്തു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.